എന്തുകൊണ്ടാണ് ക്രിസ്തു നാമധാരികൾ നശിക്കാത്തത്? ഇന്നും ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അനേകർ ജീവത്യാഗം ചെയ്ത് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ കൊന്നൊടുക്കിയ പല മതവിശ്വാസികളും കൊന്നൊടുക്കിയ പല പരമ്പരാഗതമായിട്ടുള്ള ചില ഭരണകർത്താക്കളും ആചാര രീതികളും ഒക്കെ ഉണ്ടായല്ലോ. അവരൊന്നും ഇന്നില്ലെങ്കിൽ പോലും അന്ന് അവരിലൂടെ പ്രവർത്തിച്ചിരുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് വേറൊരു രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തെ ധരിക്കാൻ ഫ്രണ്ടിൽ നിൽക്കുന്നവർ, യേശുക്രിസ്തു സ്നേഹിച്ച് യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളി ലഭിക്കപ്പെട്ടവർ, ഭൂലോകത്തിൻ്റെ അതിർത്തികളോളം ഇന്നും കുറവ് വന്നിട്ടില്ല, അത് കുറവ് വരുത്തത്തുമില്ല. കാരണം ദൈവമേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ യോഗ്യനായ കഴിവുള്ള ഒറ്റ ഒരാളെ ഉള്ളൂ. അതാണ് ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു എന്ന നാമം. ആ നാമത്തെ ഞാൻ ധരിച്ചാൽ എന്നെയും മാനസികമായും ശാരീരികമായും എന്നെ തീർത്ത് കളയുന്ന വിധത്തിലും ചെയ്യേണ്ടതായ മറ്റൊരു ശക്തി എതിർ സൈഡിൽ വളരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതറിഞ്ഞിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ വിളിക്കുന്നത് യേശുവിൻ്റെ നാമത്തിന് സാക്ഷികളാകാൻ. നിങ്ങൾക്ക് അപ്രകാരം യേശുവിൻ്റെ നാമത്തിനൊരു സാക്ഷിയായി മാറാൻ സാധിക്കുമോ? ക്രിസ്ത്യാനി എന്ന ലേബലിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്രിസ്തു ശിഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ പരസ്യമായി അപമാനിക്കുക, അവനെ കല്ലെറിയുക, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവനെ ഒറ്റപ്പെടുത്തുക, ഈ വിധത്തിലാണ് ഇന്നത്തെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം മാത്രമല്ല, യേശുവിനെ ആരൊക്കെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചോ, ആരെല്ലാം ആ നാമത്തെ ധരിച്ചുവോ, ആ നാമത്തിന് വേണ്ടി ആരൊക്കെ തങ്ങളുടെ ജീവിതം ദാനമായി കൊടുത്തുവോ, അവരെല്ലാവരും തന്നെ യേശുവിൻ്റെ നാമനിമിത്തം പല വിധങ്ങളിൽ അവർ മുറിവേറ്റിട്ടുണ്ട്. ആ നാമനിമിത്തം ഒരു സാക്ഷ്യമായി മാറിയിട്ടുള്ളവരുണ്ട്. അപമാനം കേൾക്കാൻ വയ്യ, അതുകൊണ്ട് നാമത്തെ കളഞ്ഞിട്ട് ജീവിച്ചവരും ഉണ്ട്. യേശുക്രിസ്തു ഈ പ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞു. അപ്രകാരം യേശുവിൻ്റെ നാമത്തിന് യഥാർത്ഥ സാക്ഷിയായി പോകുന്ന ഒരു വ്യക്തി അവൻ നല്ലൊരു രക്തസാക്ഷിയാണ്. അവൻ നല്ലൊരു രക്തസാക്ഷിയായേ മാറത്തുള്ളൂ. 3-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ വിശ്വാസം അനുസരിച്ച് യേശുവിൻ്റെ നാമനിമിത്തം കാരാഗ്രഹമോ അതുപോലെ കൊടിയ പീഡനമോ ഒക്കെ ലഭിച്ചിരുന്നവരെയൊക്കെ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരുന്നത്. മരണം വരിക്കുന്നവരെ മാത്രമല്ല, അതുപോലെയുള്ള ശാരീരിക മാനസിക പീഡകൾ ഏൽക്കുന്ന ഏതൊരു വ്യക്തിയെയും, അത് വൈദികനാണെങ്കിലും മെത്രാനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആത്മീയ മനുഷ്യനാണെങ്കിലും ഏതൊരു ആത്മീയ മനുഷ്യനാണെങ്കിലും അവരെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടിയിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറയുന്നത്? കഴിഞ്ഞ കാലത്തുണ്ടായ അതേ പീഡനങ്ങൾ ഒരല്പം പോലും ദയവില്ലാതെ, ഒരല്പം പോലും കരുണയില്ലാതെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും ആ പീഡനം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. ആകെ മാറ്റം വന്നത് ഭരണ സംവിധാനങ്ങൾക്ക് മാത്രം മാറ്റം വന്നു. ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, ക്രിസ്തുവിന്റെ നാമത്തിന് സാക്ഷികളായിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടായിരുന്നോ, അവർക്കെല്ലാം വരുന്ന പീഡനങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. അത് അതുപോലെ തുടരുകയാണ്. കാരണം കർത്താവിന്റെ ഒരു പ്രവചനമാണ്, എന്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം എത്തിയപ്പോൾ പേർഷ്യൻ മതത്തിന്റെ പുരോഹിതനായിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ മാഗിയർ എന്നാണ് വിളിക്കുന്നത്. മാഗിയർ. ഇവർ പേർഷ്യയിൽ ക്രിസ്തുമതം വളരാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വിശുദ്ധരായവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ അജെപ്സിമാസ് എന്ന് പറയുന്ന ഒരു സഭാ ലീഡറിനെ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുവേലക്കാരെയും അദ്ദേഹം ക്രിസ്തുവിനെ അറിയിച്ചു കൊടുത്ത കുറച്ച് വിശ്വാസികളെയും പീഡിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ അജെപ്സിമാസ് എന്ന് പറയുന്ന ബിഷപ്പ്, സഭാ ലീഡർ പീഡനമേറ്റത്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പീഡനമേറ്റത്? ഒറ്റ കാര്യമാണ്, സൂര്യ ആരാധന നടത്തണം. ക്രിസ്തുവിനെ നീ വിളിക്കണ്ട, നീ ക്രിസ്തുവിനെ വിളിച്ചോ, ക്രിസ്തുവിനെ വിളിച്ചാലും പ്രശ്നമില്ല, യേശുവിനെ വിളിച്ചാലും പ്രശ്നമില്ല, പക്ഷേ നീ മെയിനായിട്ട് സൂര്യ ആരാധന നടത്തണം. സൂര്യനെ നീ ആരാധിക്കണം. സൂര്യനെ ആരാധിച്ചോ, നീ യേശുവിനെ വിളിച്ചോ, നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാം, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് ഇവിടെ പെറ്റുവരിക, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സൂര്യ ആരാധന നടത്താതെ നിങ്ങളെ ക്രിസ്തുവിനെ ഇവിടെ വളർത്താൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ അജെപ്സിമാസ് എന്ന് പറയുന്ന ബിഷപ്പ് പറഞ്ഞു,
ഇത്രയും നാൾ എൻ്റെ യേശു ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതുമായ കാര്യങ്ങൾ നൽകി വഴി നടത്തി. എനിക്ക് വേണ്ടി ഒരു വിജയ നീതിയുടെ കിരീടം അവൻ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടതാ. അവനെ കളഞ്ഞിട്ട് ദൈവത്തിന്റെ, യേശുവിന്റെ സൃഷ്ടിയായ സൂര്യനെ ആരാധിക്കാൻ ഞാൻ ഒരുക്കമല്ല. കാരണം അത് വെറും ഒരു ഗോളമാണ്. അത് വെറും പ്രകാശം തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ നിത്യനായ പ്രകാശം യേശുവാണ് എന്ന് ശക്തമായി പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സൂര്യ ആരാധന നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കും എന്ന അവസ്ഥയായി. ഈ വാർദ്ധക്യ അവസ്ഥയിലായ ഈ മെത്രാനെ വടികൊണ്ട് അടിച്ച് ഭയങ്കരമായി ശാരീരികമായി പീഡിപ്പിച്ച് വലിച്ച് നിലത്തിലൂടെ വലിച്ച് ഇഴച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഈ മാഗിയർ അവർ ക്രൂര വിനോദത്തിൽ ഏർപ്പെട്ട് അവർ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുമ്പോൾ അവിടുത്തെ രാജാവിനോട് പോയി ഇവർ പറയുകയാണ്, രാജാവെ, ഇപ്രകാരമാണെങ്കിൽ ഇവിടെ സൂര്യ ആരാധനാലയങ്ങൾ പൂട്ടേണ്ടി വരും, ഇവിടെ മറ്റു മതം വളരും. പക്ഷേ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ അവർ കളയുന്നുമില്ല, അവർ സൂര്യനെ ആരാധന നടത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ശക്തമായി ഇവരെ പീഡിപ്പിച്ചോ, ഇവർ നല്ല പീഡ കൊടുക്കട്ടെ, നല്ല പീഡ അവരുടെ മേൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മാഗീർ വന്നിട്ട് ഈ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ ശരീരത്തിൽ പച്ചമുള്ളുകൾ കൊണ്ട് കുത്തി വരിഞ്ഞ് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ സൂര്യാരാധന നടത്തുക. ഒരു ചെയ്യത്തില്ല. കാരണം എന്താ? ആ നാമം ഞങ്ങളുടെ മേല് ശക്തി പ്രാപിച്ചിരിക്കുവാണ്. യേശു എന്ന നാമം ശക്തി പ്രാപിച്ചിരിക്കുക. ഇത് കേൾക്കുന്തോറും അവർക്ക് കോപം കൊണ്ടുകൊണ്ടിരിക്കുക. ജനങ്ങളോട് പറഞ്ഞു, സൂര്യാരാധന നടത്തുക, ചെയ്യത്തില്ല. വൈദികരോട് പറഞ്ഞു, നടത്ത്, ചെയ്യത്തില്ല. അവസാനം ഈ മെത്രാനെ പച്ചമുള്ളുകൾ കൊണ്ട് ശരീരം മുഴുവൻ കുത്തിക്കീറി അദ്ദേഹത്തെ ക്രൂരമായി കൊന്നു. പക്ഷേ ആ നാമത്തെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വൈദികനെ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും വലിച്ചു ഒടിച്ചു. ശരീരത്തിൽ ശക്തമായി അടി, തുടയിലും കാലുകളിലത്തിൽ. നീ ക്രിസ്തുവിനെ ആരാധിച്ചോ, നീ ഒപ്പം സൂര്യനെയും ആരാധിച്ചോ എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാർ മാറുമ്പോൾ, അന്നത്തെ കാലഘട്ടത്ത് ബിഷപ്പും വൈദികരും സഭജനങ്ങളും ആത്മീയ സഹോദരങ്ങളും ഒരുമിച്ച് നിന്ന് ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പോരാടുമ്പോൾ ഇന്ന് എത്ര പേരുണ്ട് ക്രിസ്തുവിന്റെ നാമം മാത്രം ധരിച്ചിട്ടുള്ളവർ? ഇന്ന് എത്ര പേരുണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി മാത്രം പീഡയേൽക്കുന്നവർ? ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സഭ ലീഡറിൽ, ഏത് സഭാ വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും, യേശുവിന്റെ നാമത്തെ ധരിച്ചവരാണോ? യേശുവിന്റെ നാമത്തിന് സാക്ഷികളാകുന്നവരാണോ നിങ്ങൾ? ഒരു കൊടിയ വേദന നിന്റെ മുമ്പിൽ വരുമ്പോൾ, ഒരു അപമാനം നിന്റെ മുമ്പിൽ വരുമ്പോൾ, ആ അപമാനത്തെ പ്രതി ഹല്ലേലൂയ പറയാൻ, യേശുവിനെ നന്ദി പറയാൻ നാവ് ഉയരുന്നതാണോ നിങ്ങൾ? അല്ലെങ്കിൽ എൻ്റെ നാമനിമിത്തം സർവരും നിങ്ങളെ ദ്വേഷിക്കും എന്ന് പറയുമ്പോൾ ആ ദ്വേഷിക്കാൻ വേണ്ടി എന്തിനാ ഈ നാമം ധരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതും നടക്കും ഇതും നടക്കും, എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ള സെക്യുലാരിസത്തിൽ നമ്മുടെ നേതാക്കന്മാർ പോകുമ്പോൾ അതിൻ്റെ പുറകെ ഓടുന്ന ഒരു വിശ്വാസിയാണോ നീ എന്നുള്ളത് നീ ചെക്ക് ചെയ്യണം. പലരും പലതിൻ്റെയും പുറകെ ഓടും. പക്ഷേ യേശുവിൻ്റെ പുറകെ ഓടുന്നവൻ, അവനാണ് ക്രിസ്ത്യാനി. യേശുവിനെ ഫോളോ ചെയ്യുന്നവൻ, അപ്പസ്തോലന്റെ ഫോളോ ചെയ്യുന്നവൻ, അതാണ് ക്രിസ്ത്യാനി. സഭാ ലീഡറിനെ ഫോളോ ചെയ്യുന്നവനല്ല, യേശുവിനെയും അപ്പസ്തോലനെയും ഫോളോ ചെയ്യുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള വിശുദ്ധ വീരന്മാർ, അവരെയും ഒന്ന് കാണണം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവരെയും കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്, ആരിലാണ് യഥാർത്ഥ നാമമുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. മണിപ്പൂരില് അനേകം സഹോദരങ്ങൾ, അനേകം പേർ ഈ നാമത്തെ പ്രതി പീഡനമേറ്റുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ശരീര അവയവങ്ങളെ മുറിച്ചു മാറ്റി. ഈ മാഗിയറിൽ നിന്നുണ്ടായ ക്രൂരത പോലെ മാഗിയർ ബിഷപ്പുമാരുടെയും വൈദികരുടെയും ആത്മീയ സഹോദരങ്ങളുടെയും ശരീര അവയവങ്ങളെ ജീവനോടെ മുറിച്ചു മാറ്റി. ഇന്ന് നമ്മളിൽ പലരും ഈ മണിപ്പൂരിലൊക്കെ നടക്കുന്ന വിഷയം നടക്കുമ്പോൾ മണിപ്പൂരുകാരോട് ഞങ്ങൾ താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നതോടൊപ്പം താതാത്മ്യപ്പെടാനായിട്ട് നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ചെയ്തോ? വാക്കുകൾ കൊണ്ട് താതാത്മ്യപ്പെടുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വാക്കുകളിലല്ല,
അവരുടെ ജീവിതത്തിലാണ് അവർ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടത്. നീ മണിപ്പൂരുകാരോടല്ല താതാത്മ്യപ്പെടേണ്ടത്, നീ ക്രിസ്തുവിനോടാണ് താതാത്മ്യപ്പെടേണ്ടത്, ക്രിസ്തുവിന്റെ വചനത്തോടാണ്. അവർ താതാത്മ്യപ്പെട്ടത് കേരളീയരായ നമ്മളോടല്ല, അല്ലെങ്കിൽ പ്രാദേശിക സഭയോടോ പ്രാദേശിക സഭാ നേതൃത്വത്തോടോ അല്ല അവർ നിൽക്കുന്നത്. അവർ നിന്നത് സ്വർഗീയ നേതൃത്വത്തോടായിരുന്നു, സ്വർഗീയ സഭയോടായിരുന്നു. ഒരുപക്ഷെ അവരുടെ സഭാ ലീഡർ എത്രയോ ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കാം. കൾച്ചറുകളുടെ പുറകെ പോകാതെ സഭയെ യഥാർത്ഥ ശരീരത്തിലേക്ക്, യഥാർത്ഥ ക്രിസ്തുവിലേക്ക്, സ്വർഗീയ സഭയിലേക്ക് ഒട്ടിക്കാൻ നിന്ന ഒരു ലീഡറായിരിക്കാം ആ മണിപ്പൂരിലെ ക്രിസ്തീയ നേതൃത്വത്തിൽ നിന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാഗിയരുടെ ഈ പീഡനത്തിൽ അജപ്സിമാസ് എന്ന മെത്രാൻ സ്ട്രോങ് ആയി നിൽക്കുമായിരുന്നു. വിശ്വാസികളെ ക്രിസ്തുവിൽ നിന്ന് ഒരു കാരണവശാലും പറിച്ചു മാറ്റി ആ സൂര്യാരാധനയ്ക്ക് വിട്ടുകൊടുക്കാത്ത ഒരു നേതൃത്വമായിരുന്നു. അക്കാരണത്താൽ മാഗിയർ ഏകദേശം കൊന്നതിന്റെ കണക്ക് 16,000-ന് മുകളിലായിരുന്നു. യേശുവിനെ അറിഞ്ഞത് നിമിത്തം പേർഷ്യയിൽ വെച്ച് ക്രിസ്തീയ പീഡനം ഉണ്ടായത്. അതവർ വെളിപ്പെടുത്താത്ത കണക്ക് വേറെ. പലരെയും അവർ ചുട്ടുകൊന്നിട്ട് ആ ചാരം മലിനമായ വെള്ളത്തിൽ അവർ ഒഴുക്കിവിട്ടു. യേശുവിന്റെ നാമത്തെ പ്രതി പീഡനമേറ്റ പലരെയും ഇവർ കൂട്ടിയിട്ട് കൊന്നിട്ട് ആ വിശുദ്ധ ചാരത്തെ അവർ മലിനമായ പുഴകളിൽ ഒഴുക്കി വിട്ടു കളഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമല്ല. വേണമെങ്കിൽ അവർക്ക് യേശുവിനെയും സൂര്യനെയും ഒരുമിച്ച് ആരാധിക്കാം. പക്ഷേ അത് നീതികേടാണെന്നും അത് ആ നാമം വഹിക്കുന്നത് ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നതിന് യോഗ്യമല്ലെന്നും മനസ്സിലാക്കി കൊടുത്ത നേതൃത്വമായിരുന്നു അന്നത്തെ നേതൃത്വം. അതേ നേതൃത്വമായിരിക്കും ഇന്നും ഒരു പക്ഷേ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വചനത്തിലല്ല കേരള സഭ പോകുന്നത്. കേരള സഭ പോകുന്നത് കൾച്ചറുകളിലാണ്. അതും സ്വർഗത്തിലെ കൾച്ചറിലല്ല, കേരളത്തിലെ ഒരു പ്രാദേശിക കൾച്ചറിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് നാമനിമിത്തമുള്ള സാക്ഷ്യം ഇവിടെ ഇല്ലാതെ പോകുന്നു. നാമനിമിത്തമുള്ള സാക്ഷ്യമുള്ളവരോട് താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ മേൽ ആ നാമത്തിന് ഒരു സാക്ഷ്യവും ചെയ്യാനില്ലെങ്കിൽ നീ എന്ത് താതാത്മ്യപ്പെട്ടു എന്നാ പറയുന്നത്? അതുകൊണ്ട് മണിപ്പൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള സഭാ നേതൃത്വങ്ങളിൽ നിൽക്കുന്ന അവരാര് തന്നെയാണെങ്കിലും, അത് ഏത് പാരമ്പര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇന്നലെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ട് യേശുവിനെ അറിയിച്ചു കൊടുക്കുന്ന ഒരു അപ്പനാണെങ്കിലും ശരി, ദൈവം നിങ്ങളെ ബലിയിടും. നിങ്ങൾ നിന്ന് കാണിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ വെട്ടിമുറിക്കുമ്പോഴും, ജീവനോടെ നിങ്ങളുടെ ശരീരങ്ങളിൽ പച്ചയ്ക്ക് ഇരുമ്പ് കമ്പികൾ കുത്തിക്കയറ്റുമ്പോഴും ക്രിസ്തുവിന്റെ നാമത്തെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ പ്രാദേശിക വിശ്വാസത്തെ സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ പോകാതെ നിന്നത് ഞങ്ങൾ ധരിച്ചതിനേക്കാൾ ശക്തിയോടെ ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ധരിച്ചതുകൊണ്ടല്ലേ? ഞങ്ങൾ അറിഞ്ഞതിനേക്കാൾ ശക്തിയോടെ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചതുകൊണ്ടല്ലേ? ഞങ്ങൾ കാണാത്ത ഒരു വലിയ ദൈവരാജ്യത്തിന്റെ പ്രത്യാശ വചനത്തിലൂടെ നിങ്ങൾ കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അപ്രകാരം ചെയ്യാൻ സാധിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാനുള്ള ഒരു നേതൃത്വ പാടവം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കാൻ സാധിച്ചത്? പട്ടിണിക്ക് വേണ്ടിയോ ഭൗതിക കാര്യത്തിന് വേണ്ടിയോ അല്ലല്ലോ നിങ്ങൾ അടികൊള്ളുന്നത്. പൗലോസ് പറഞ്ഞു, മാനുഷികമായി പറഞ്ഞാൽ എഫേസസിൽ വെച്ച് ഞാൻ അടികൊണ്ടത് എന്തിന്? പൗലോസ് അടികൊണ്ടത് ഭക്ഷണത്തിന് വേണ്ടിയോ ജോലിയില്ലായ്മയ്ക്ക് വേണ്ടിയോ ദാരിദ്ര്യം മാറാനോ വേണ്ടിയിട്ടല്ല, വസ്തുവിന് വേണ്ടിയോ മറ്റ് അതിര് തർക്കത്തിന് വേണ്ടിയിട്ടല്ല പൗലോസ് എഫേസസിൽ വെച്ച് അടികൊണ്ടത്. ദൈവരാജ്യത്തെ പ്രതി, യേശുനാമത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി അടികൊണ്ടെങ്കിൽ എന്താണ് ലക്ഷ്യം? നാളെ ഞാൻ മരിക്കാനുള്ളതല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടിയുള്ളതാ ഈ അടി. പക്ഷെ ഇന്നത്തെ നേതൃത്വങ്ങൾക്ക്, കേരളീയ നേതൃത്വങ്ങൾക്ക് ഇതറിയത്തില്ല. അവർ അറിഞ്ഞാലും അവരത് മൂടി വെച്ചേക്കുവാണ്. ആ വിധത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ താതാത്മ്യപ്പെടുന്നു എന്നുള്ളത് വാൾപോസ്റ്റ് ആരൊക്കെയോ സുഖിക്കും, ആരൊക്കെയോ കാണും. പക്ഷേ ദൈവസന്നിധിയിൽ മുറിവേറ്റപ്പെട്ട ഒരു വ്യക്തിയും അത് കാണില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തുകൊണ്ട് ഇവർക്ക് ഇത് സാധിക്കുന്നു? എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു? നമ്മൾ കാണാത്ത എന്തോ ഒന്ന് അവർ കണ്ടില്ലേ? നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് അവരുടെ ലൈഫിൽ വന്നില്ലേ? അത് എന്തുകൊണ്ട്? കേരളത്തിൽ പോലും എത്രയോ ദൈവദാസന്മാർ, ഒരു കാലഘട്ടത്തിൽ എത്രയോ ദൈവദാസന്മാർ അടികൊണ്ടിട്ടും ആ അടിയെ ഏറ്റുവാങ്ങി അടിച്ചവനെ പോലും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ പോലും. പക്ഷെ ഇന്നത് അന്യമായി കൊണ്ടിരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു രീതിയില്ല. സ്നേഹം തണുത്തുറയുകയാണ്.
വിശ്വാസം തണുത്തുറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നിങ്ങൾ കാണുക. ഇത് മണിപ്പൂരിലെ വിശ്വാസം. യേശുവിനെ അറിഞ്ഞ സഹോദരങ്ങൾ, അവർ യേശുവിനായി തങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചിരിക്കുക. ജീവനറ്റുപോയ, ഈ മുറിവേറ്റ് കിടക്കുന്ന ജീവനറ്റുപോയ ഇവരെ നമുക്കെവിടെ കാണാം? അവരെ കളഞ്ഞ ഒരു ദൈവമുണ്ടോ? ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇവർക്കത് സംഭവിക്കുമായിരുന്നോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ, ഒരിക്കലും ഇവരെ കളഞ്ഞ ഒരു ദൈവമില്ല. ഇവരെ ഏറ്റെടുത്ത ഒരു ദൈവത്തെ കാണാം. വെളിപാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിടുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. ഈ കിടക്കുന്ന ഓരോ സഹോദരങ്ങളും, ഈ അടിയേറ്റ് വീണ ഓരോ സഹോദരങ്ങളും ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. അവർ കർത്താവിന്റെ ദൈവവചനത്തെ പ്രതി, കർത്താവിന്റെ നാമത്തിന്റെ സാക്ഷ്യത്തെ പ്രതി വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവർ അനാഥരല്ല. ഇവരെ സംരക്ഷിക്കുന്ന ഒരു പിതാവുണ്ട്. ഇവരെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. 2 മക്കബായർ 7-ാം അധ്യായം വായിക്കുമ്പോൾ, ഒരമ്മ തന്റെ 7 മക്കളെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു രാജാവിന്റെ മുൻപിൽ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അന്തിയോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവിന്റെ മതപീഡനത്തിന്റെ മുമ്പിൽ ഒരമ്മ തന്റെ 7 മക്കളെയും വിട്ടുകൊടുക്കുകയാണ്, ധീരോചിതമായി മരണം വരിക്കാൻ. അന്തിയോക്യസ് എപ്പിഫാനസ് രാജാവ് വന്നിട്ട് ഏറ്റവും ഇളയവന്റെ മുൻപിൽ കെഞ്ചുന്നുണ്ട്. നീ പിതാക്കന്മാരെ നോക്കണ്ട, അവര് പോയി, അവര് വേസ്റ്റ്. പക്ഷെ നീ ഒരു കാര്യം നോക്ക്, നിനക്ക് ഞാൻ രാജ്യത്തിന്റെ എല്ലാം തരാം, നിനക്ക് ഞാൻ എല്ലാ അവസ്ഥകളും തരാം, രാജ്യത്തിന്റെ പകുതി തരാം, നീ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും നിനക്ക് തരാം. ആ സമയത്ത് ഏറ്റവും ഇളയ മകനെയും ചേർത്ത് നിർത്തിയിട്ട് ഈ അമ്മ ആ മകന്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സ്രഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. എന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന്റെ മുൻപിൽ രാജാവ് ഒരുക്കിയ എല്ലാ സുഖ സൗകര്യങ്ങളെയും ദൈവത്തെ പ്രതി, യേശുനാമത്തെ പ്രതി വേണ്ട എന്ന് വച്ചിട്ട് ധീരോചിതമായി മരണം വരിക്കാൻ നിന്നുകൊടുക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ പറ്റും. ഇന്നത്തെ കൾച്ചർ വെച്ച് നോക്കല്ലേ, ഇന്നത്തെ സഭാ നേതൃത്വത്തെ നോക്കല്ലേ, രാജാവിനോട് ചേർന്നിരിക്കുന്നതാ ഇന്നത്തെ സഭാ നേതൃത്വം. എന്നിട്ട് നിന്നെയും അതുപോലെ ചെയ്യിപ്പിക്കും. അതാ ഇന്നത്തെ സഭാ നേതൃത്വം. പക്ഷേ അന്നത്തെ സഭാ നേതൃത്വം അങ്ങനെയല്ല. നാമധാരികൾ ഉണ്ടായിരുന്നു, യേശു നാമധാരികൾ, ആവാപിതാവിന്റെ സാക്ഷ്യമാകേണ്ടവർ, നിയമത്തിന് സാക്ഷ്യമാകേണ്ടവർ. ഇന്ന് നമ്മൾ നിയമത്തിനല്ല, കൃപയാൽ നാമത്തിന് സാക്ഷ്യമാകേണ്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ കിടക്കുന്നവരാരും പരാജയപ്പെട്ടവരല്ല, ഇവരാരും പരാജിതരുമല്ല, ഇവരാരും ഈ അന്ധമായ ജീവിതത്തിൽ പോകുന്നവരുമല്ല. അവർക്കെല്ലാം വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അവർക്കെല്ലാം വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർക്ക് വചനത്തിലൂടെ പകർന്നു കൊടുക്കാൻ ശക്തരായ ദൈവദാസന്മാരും ഉണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ശക്തനായ പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു, ദൈവവചനവും ഉണ്ടായിരുന്നു. ഏത് നേതൃത്വമാണെങ്കിലും, ഏത് രാജ്യമാണെങ്കിലും, ഏത് കൾച്ചറാണെങ്കിലും നീ മുന്നേറേണ്ടത് സ്വർഗീയ കൾച്ചറിലും സ്വർഗീയ ആരാധനയിലും സ്വർഗം ഇഷ്ടപ്പെടുന്ന വിധത്തിലുമാണെങ്കിൽ നാളെ നിനക്കും ഒരു സാക്ഷ്യമാകാം. ആ സാക്ഷ്യത്തിൽ
അമ്മ പറയുന്നുണ്ട്, ഈ മക്കബായ പുസ്തകത്തിൽ അമ്മ പറയുന്നുണ്ട്, എനിക്ക് മറ്റു മക്കളോടൊപ്പം എനിക്ക് നിന്നെയും കാണണം, എനിക്ക് മറ്റു മക്കളോടൊപ്പം നിന്നെയും എനിക്ക് വീണ്ടും ചേർക്കണം എന്ന് വെച്ചാൽ അത്ര പ്രത്യാശയാ. രക്തസാക്ഷ്യം വരിച്ചാൽ ഈ നീചന്റെ വാക്ക് കേട്ട് ദൈവനാമത്തെ തള്ളിക്കളഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ നിത്യതയിൽ നഷ്ടപ്പെടും. പക്ഷെ നീ ഇപ്പോൾ ഈ നീചന്റെ വാക്ക് ധിക്കരിച്ച് ശരീര മരണം വരിച്ചാൽ എനിക്ക് നാളെ അല്ല ഇന്ന് തന്നെ എനിക്ക് നിന്നെ മകളിൽ എനിക്ക് കിട്ടും. ഏറ്റവും വലിയ ഭാഗ്യം ഏതാണ്? ജീവിതം തന്ന ദൈവത്തിന് ജീവിതം തന്നെ സമർപ്പിക്കുമ്പോൾ അതാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്ദി. ആമേൻ. ദൈവം അതിനായി ഈ കേൾക്കുന്ന ഒരാളെങ്കിലും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിത്യതയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ യേശുനാമത്തിന് വേണ്ടി പീഡ ഏൽക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്ന് പറഞ്ഞ അരുമനാഥന്റെ വാക്ക് എപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.